സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം സമാധിക്കെതിരെയുള്ള ചർച്ചകളും വിവാദങ്ങളും അധിക്ഷേപങ്ങളും തുടരുന്നു. സമാധിയിരുത്തിയ നിരവധി വാർത്തകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ആദ്യമായാണ് സമാധിയിരുത്തിയ വാർത്തയും ഇതിനെതിരെ ഉടനീളം ദുരൂഹതകളും ഉയർന്നു വരുന്നത്. വ്യാഴാഴ്ചയായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുംവിളാകം സിദ്ധൻ ഭവനിൽ 69 വയസ്സുള്ള ഗോപൻ മരണപ്പെട്ടത്. തുടർന്ന് ഗോപനെ സമാധിയിരുത്തിയെന്നാണ് ഭാര്യയും മക്കളും പറയുന്നത്. പിതാവ് സമാധിയായെന്ന പോസ്റ്റർ മകൻ നാടുനീളെ ഒട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ പോലും വിവരം അറിയുന്നത്. പിതാവ് ഗോപൻ സ്വാമിയാണെന്നാണ് മക്കൾ അവകാശപ്പെടുന്നത്. അതിനാൽ ഇവർ സ്വന്തമായി ക്ഷേത്രം നിർമ്മിച്ച് പൂജകളൊക്കെ നടത്തി വന്നിരുന്നു. പിതാവിന്റെ ആഗ്രഹമനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്ന് മക്കൾ പറയുമ്പോൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ മുന്നോട്ട് വന്നതോടെ പ്രശ്നം വഷളായി. എന്നാൽ കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയക്കാൻ വേണ്ടി പോലീസ് തയ്യാറായി. ഇതോടെ ഹിന്ദു മതാചാരങ്ങളെ ചോദ്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് മകൻ മുന്നോട്ട് വന്നതോടെ നടന്നതാകട്ടെ നാടകീയ രംഗങ്ങളായിരുന്നു. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു കുടുംബം ഒന്നടങ്കം അതിനെ തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചു. 2 ദിവസം കഴിഞ്ഞ് കല്ലറ പൊളിക്കാനാണ് നിലവിലെ തീരുമാനം. സംഭവം വിവാദമായതോടെയാണ് താൻ സമാധിയാകാൻ പോകുന്ന കാര്യം പിതാവ് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന മക്കളുടെ വാദം. താൻ മരിച്ചതിനു ശേഷം തയ്യാറാക്കിയ സ്ഥലത്ത് സമാധിയാക്കണമെന്നും അതിനുശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂ എന്നും പിതാവ് പറഞ്ഞിരുന്നുവെന്ന് മക്കൾ പറയുന്നു. കുടുംബം പറഞ്ഞ പല കാര്യങ്ങളും വ്യക്തതയില്ലെന്ന് മാത്രമല്ല സംശയം ഉയർത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കേണ്ട ഒന്നുണ്ട്, സമാധി ആയതാണോ അതോ ആക്കിയതാണോ എന്ന്. കിടപ്പിലായ ആളെങ്ങനെ സ്വയം നടന്നുവന്ന് സമാധി പീഠത്തിലിരുന്നു? സമാധിയാകുന്നത് ആരും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ചടങ്ങുകളെല്ലാം മകൻ തന്നെ ചെയ്തുവെന്നും പറയുന്നു. വിശ്വാസങ്ങൾക്കാരും എതിരല്ല, മറിച്ച് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ്. ഓരോ തവണ നാട്ടുകാരുൾപ്പെടെ ദുരൂഹത ഉന്നയിക്കുമ്പോഴും മക്കൾ തൊട്ട് കുടുംബം മുഴുവനായി അതിനെ തടയുന്നതിലാണ് സംശയം ഉടലെടുക്കുന്നത്. തൊട്ടടുത്ത അയൽവാസികൾ പോലും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. മരണം എങ്ങനെ സംഭവിച്ചു എന്നോ മരണം ആര് സ്ഥിരീകരിച്ചുവെന്നോ പുറത്തുള്ള ആർക്കും തന്നെ അറിയില്ല. ഈ ചോദ്യങ്ങൾക്ക് പോലും കുടുംബം നൽകുന്നത് പല മറുപടികളാണ്. കുടുംബത്തിനെ പിന്തുണച്ച് വർഗീയ വേർതിരിവ് നടത്തുന്ന ഹിന്ദു ഐക്യവേദിയും വൈകുണ്ഠ സ്വാമി ധർമ്മപ്രചാരണ സഭയും ശ്രമിക്കുന്നത് എന്താണ്? എല്ലാം രഹസ്യമാക്കി വെച്ചിട്ടൊടുവിൽ പൊതുജനം പ്രതികരിക്കുന്നതിൽ കുറ്റം പറയാൻ സാധ്യമാണോ? എന്തായാലും മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് മറന്നീക്കി പുറത്തു വരുമെന്നത് തീർച്ചയാണ്.